സങ്കീർത്തനങ്ങൾ അധ്യായം 49. ദൈവമേ, നിന്റെ വേദപ്രമാണത്തിൽ അടങ്ങിയിരിക്കുന്ന അത്ഭുത കാര്യങ്ങളെ കാണുവാൻ എന്റെ ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. അമീൻ. സകല ജാതികളുമേ ഇത് കേൾപ്പീൻ, ഭൂവാസികളായ എല്ലാവരുമേ ശ്രദ്ധിച്ചു കേൾപ്പീൻ. സാമാന്യരും ശ്രേഷ്ഠരും സമ്പന്നരും ദരിദ്രരുമായ ഏവരുമേ കേൾപ്പീൻ. എന്റെ വായ് ജ്ഞാനത്തെയും എന്റെ ഹൃദയ നിരൂപണ വിവേകത്തെയും സംസാരിക്കും. ഉപമങ്ങൾക്ക് എൻ്റെ ചെവികളെ ഞാൻ ചായിക്കും, കടങ്കഥകളെ കിന്നരത്തിൽ ഞാൻ വായിക്കും. എൻ്റെ ശത്രുക്കളുടെ വഞ്ചന എന്നെ ചുറ്റി, ദുർദിവസങ്ങളിൽ ഞാൻ ഭയപ്പെടുകയില്ല. സ്വബലത്തിൽ ശരണപ്പെടുകയും ധനബാഹുല്യത്തിൽ പ്രശംസിക്കുകയും ചെയ്യുന്ന യാതൊരുത്തനും തന്റെ സഹോദരനെ രക്ഷിപ്പാനോ മനുഷ്യന്റെ വീണ്ടെടുപ്പോ പർത്തം ദൈവത്തിന് കൊടുപ്പാനോ കഴിയുകയില്ല. എന്നാൽ അവരുടെ ആത്മാവിന്റെ വീണ്ടെടുപ്പ് വിലയേറിയതാകുന്നു. നീ നാശം കാണാതെ നിത്യജീവൻ പ്രാപിപ്പാൻ എന്നേക്കും അധ്വാനിക്കുക. ജ്ഞാനികൾ മരിക്കുകയും ദോഷന്മാരും ബുദ്ധിഹീനരും ഒന്നുപോലെ നശിച്ച് അവരുടെ സമ്പാദ്യത്തെ മറ്റുള്ളവർക്ക് ശേഷിപ്പിക്കുകയും ചെയ്യുന്നത് നീ കാണുന്നുണ്ടല്ലോ. അവർ ഭൂമിയിൽ കീർത്തിമാന്മാരെങ്കിലും അവരുടെ കബറുകൾ എന്നേക്കും അവരുടെ ഭവനങ്ങളും തലമുറ വരെ അവരുടെ വാസസ്ഥലങ്ങളുമാകുന്നു. മനുഷ്യൻ തന്റെ ബഹുമാനത്തെ വിചാരിച്ചില്ല, എന്നാലോ മൃഗമാനസനായി അതിനോട് സാമ്യപ്പെട്ടു. അവരുടെ ഗമനം അവരുടെ ആത്മാവിനിടർച്ചയാകുന്നു. ഒടുവിൽ അവർക്ക് അനുഭവമാകുകയും ചെയ്യും. അവർ ആടുകളെ പോലെ പാതാളത്തിൽ ഏൽപ്പിക്കപ്പെടും. മരണം അവരെ മേയിക്കും. മറ്റുള്ളവർ പ്രഭാത കാലത്ത് അവരുടെ മേലധികാരം ചെയ്യും. അവരുടെ സൗന്ദര്യത്തെ പാതാളം വഷളാക്കും. അവരുടെ മഹത്വത്തിൽ നിന്ന് അവരെ തള്ളിക്കളയും. എന്നാൽ ദൈവം എൻ്റെ ആത്മാവിനെ രക്ഷിച്ച് പാതാളത്തിന്റെ ഭുജബലത്തിൽ നിന്നെന്നെ എടുത്തുകൊള്ളും. ഓരോ മനുഷ്യൻ സമ്പന്നനായി അവന്റെ ഭവനത്തിലെ ബഹുമാനം വർദ്ധിക്കുമ്പോൾ നീ ഭയപ്പെടരുത്. എന്തുകൊണ്ടെന്നാൽ അവന്റെ മരണത്തിൽ അവൻ യാതൊന്നും എടുത്തുകൊണ്ടു പോകുന്നില്ല. അവന്റെ മഹത്വം അവന്റെ പിന്നാലെ ഇറങ്ങിച്ചെല്ലുന്നതുമില്ല. എന്നാൽ അവന്റെ ആയുസ്സിൽ അവൻ തന്നെത്താൻ പുകഴ്ത്തിയിരുന്നു. നീ അവന് നന്മ ചെയ്യുമ്പോൾ നിന്നെ അവൻ പുകഴ്ത്തും. അവന്റെ പിതാക്കന്മാരുടെ തലമുറ വരെയും നീ അവനെ അടിപ്പിക്കും. എന്നേക്കും അവൻ പ്രകാശം കാണുകയില്ല. മനുഷ്യൻ തന്നെ ബഹുമാനത്തെ വിചാരിച്ചില്ല, എന്നാലോ മൃഗമാനസനായി അതിനോട് തുല്യപ്പെട്ടു. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. പാറകുമോർ.